നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഇന്നലെ നടത്തിയ അക്കൗണ്ടന്റ്, കാഷ്യർ, ജൂനിയർ ഓഡിറ്റ് അസിസ്റ്റന്റ് ഇൻ KTDC, KSIDC, മത്സ്യഫെഡ് ഈ എക്സാമിലേക്കുള്ള പ്രൊഫഷണൽ കീ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ 10 IT ആൻഡ് സൈബർ ലോ ചോദ്യങ്ങളും 10 റിനൈസൻസ് ചോദ്യങ്ങളുമാണ് PSC ചോദിച്ചത്. അങ്ങനെ 20 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസേഴ്സ് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എ പ്രോഗ്രാം ദാറ്റ് ഹാസ് capability to infect other programs and make copies of itself and spread into other programs is called. A program that has capability to infect other programs and make copies of itself and spread into other programs is called a virus. Which agency made the investigation related to India's first cyber crime conviction? CBI ആണ്. CBI. അപ്പം ഇന്ത്യസ് ഫസ്റ്റ് സൈബർ ക്രൈം കൺവിക്ഷൻ അന്വേഷിച്ച ഏജൻസി ഏതാണ്? CBI ആണ്. 83. An intermediate between computer hardware and software. An intermediate between computer hardware and software is firmware. Firmware ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഈസ് നോൺ ആസ്. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് ഏതാണ്? ക്രീപ്പർ വൈറസ് ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ? ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ അല്ലാത്തത് ഏതാ? ബൈനറി ട്രീ. സ്റ്റാക്കും അറേയും ക്യൂ എല്ലാം ലീനിയർ ഡേറ്റാ സ്ട്രക്ചർ ആണ്, ബൈനറി ട്രീ അല്ല. വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ഇന്റർനെറ്റ്? ഇന്റർനെറ്റിലെ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഏതാണ്? ആർച്ചി ആണ്, ആർച്ചി. In computer terminology, OCR stands for Optical Character Reader. Optical Character Reader. Key of keyboard which is used to get back to beginning of a document. ഒരു ഡോക്യുമെന്റ് ബിഗിനിങ്ങിൽ എത്താൻ വേണ്ടി ഏത് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്? ഹോം കീ ആണ്, ഹോം കീ. Scanner incorporates a special sort of camera which is made up of charged coupled device. Which of the following is a cyber crime? ഇവിടെ തന്നിരിക്കുന്നതില് ഹാക്കിംഗ്, വേം അറ്റാക്ക്, വൈറസ് അറ്റാക്ക്, ഇതിൽ സൈബർ ക്രൈം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഓഫ് ദീസ്, ഹാക്കിങ്ങും വേം അറ്റാക്കും വൈറസ് അറ്റാക്കും ഒക്കെ സൈബർ ക്രൈമിൽ ഉൾപ്പെടുന്നതാണ്. ഇത്രയാണ് 10 IT ആൻഡ് സൈബർ ലോ എന്ന് വന്ന ചോദ്യം. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ LDC മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു ലാർജസ്റ്റ് സ്കോളർഷിപ്പ് ടെസ്റ്റ് ഈ വരുന്ന നവംബർ 14 12 മണിക്ക് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അൺഅക്കാഡമിയിലെ ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. LDC മെയിൻ സിലബസിന്റെ പക്ക സിലബസ് ഫോളോ ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ ഈ എക്സാമിന്റെ പ്രത്യേകത, നമുക്ക് ലൈവായിട്ട് ലീഡർ ബോർഡ്, ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുമ്പോൾ ലൈവായിട്ട് ലീഡർ ബോർഡ് വിസിബിൾ ആവുന്നതാണ്. അപ്പൊ നമുക്ക് ലൈവായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മുടെ വീക്ക് ഏരിയാസും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും പറ്റുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസ് അൺഅക്കാഡമിയിലെ എഡ്യൂക്കേറ്റേഴ്സ് തന്നെ തരുന്നതുമാണ്. ഈ ടെസ്റ്റിൽ പങ്കെടുത്ത് വിൻ ചെയ്യുന്ന ആദ്യത്തെ 100 റാങ്കുകാർക്ക് അമേസിംഗ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ 20 ലക്കി പാർട്ടിസിപ്പൻസിന് അമേസിംഗ് പ്രൈസും അവൈലബിൾ ആണ്. അപ്പൊ നവംബർ 14 മറക്കണ്ട, 12 PM. 60 മിനിറ്റ് ടെസ്റ്റ് ആണ്, 50 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എൻറോൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുകൂടി പറയാം. അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം സെൽഫ് സ്റ്റഡി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് കോമ്പാറ്റ് എന്നുള്ളത് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക, എൻറോൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു കോഡ് ചോദിക്കും, അവിടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആ ടൈമിൽ എക്സാം കയറി അറ്റൻഡ് ചെയ്യാം. നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രൈസ് മണീസ് ഒക്കെ നേടാവുന്നതാണ്. എന്തായാലും കയറി അറ്റൻഡ് ചെയ്യുക. അടുത്തത് റിനൈസൻസ് ആണ്, PSC 10 മാർക്കിനും ചോദിച്ചത്. ആദ്യത്തെ ചോദ്യം, which of the following statements are written by Gandhiji about the temple entry proclamation? ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റി ഗാന്ധിജി എഴുതിയ സ്റ്റേറ്റ്മെന്റ്സ്. ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഗാന്ധിജി എഴുതിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും ഗാന്ധിജി എഴുതിയതാണ്. ഓക്കെ, ഓൾ ഓഫ് ദി എബവ് ഏതൊക്കെയാന്ന് നോക്കാം. The action has been long overdue, but better late than never. The proclamation should have no political significance as it has none. The right of entering temples abolishes untouchability at a stroke. Reformers should see it to that Harijans enter these temples after
പ്രോപ്പർ അബ്ല്യൂഷൻസ് ആൻഡ് ഇൻ എ ക്ലീൻ കണ്ടീഷൻ. ഇത് 4 ഗാന്ധിജി എഴുതിയതാണ്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ സോഷ്യൽ റിഫോം ആക്ടിവിറ്റീസ് ഓഫ് വൈകുണ്ഠ സ്വാമികൾ, കെ അയ്യപ്പൻ, വാഗ്ഭടാനന്ദ ആൻഡ് മന്നത്ത് പത്മനാഭൻ. അപ്പം ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് നോക്കി ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓൾ ഓഫ് ദം സപ്പോർട്ടഡ് ഇന്റർ ഡൈനിങ് ഫോർ ദ ഇറാഡിക്കേഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം. അതായത് മിശ്രഭോജനം എല്ലാവരും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ ഓഫ് ദം ഫൗണ്ടഡ് ഓർഗനൈസേഷൻസ് ടു പ്രൊമോട്ട് സോഷ്യൽ റിഫോം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. വൈകുണ്ഠ സ്വാമികൾ, കെ അയ്യപ്പൻ, വാഗ്ഭടാനന്ദ ആൻഡ് മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച്. അടുത്തത്, ഐഡന്റിഫൈ ദ ലിറ്റററി വർക്ക് വിച്ച് നോട്ട് ക്യാരീസ് മെസ്സേജ് എഗെയിൻസ്റ്റ് ദ ഫ്യൂഡൽ സിസ്റ്റം. ഏതാണ്? ആർക്കുവേണ്ടിയാണ് ബൈ കേശവദേവ്. ബാക്കി ഫ്യൂഡൽ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് 3 കൃതികളും. രണ്ടിടങ്ങഴി ബൈ തകഴി, മണ്ണിന്റെ മാറിൽ ബൈ ചെറുകാട്, വിപ്ലവ ബീജം ബൈ എസ് കെ പൊറ്റക്കാട്. ആർക്കുവേണ്ടി അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല. കേശവദേവാണ് ആർക്കുവേണ്ടി എഴുതിയത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആക്റ്റീവ്ലി റിപ്പോർട്ടഡ് ദ ഹാപ്പനിങ്സ് ഓഫ് വൈക്കം സത്യാഗ്രഹ? ഓപ്ഷൻ എ ആണ് ഉത്തരം. സമദർശി, കേരള കൗമുദി ആൻഡ് മാതൃഭൂമി. സമദർശി, കേരള കൗമുദി ആൻഡ് മാതൃഭൂമി. അടുത്തത്, ഒരു അസേർഷനും റീസണും തന്നിട്ടുണ്ട്. ഇതില് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോ അസേർഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് ദ റെസിസ്റ്റൻസ് ഓഫ് നമ്പൂതിരി വിമൻ ദ ഹയസ്റ്റ് ഇൻ ദ കാസ്റ്റ് ഹൈറാർക്കി ടേക്ക് ഓൺ ഫോംസ് that are more closely interlinked with the radical social reform within the caste. ഇതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു സെന്റൻസിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ബോത്ത് പാർവതി നെന്മേനി മംഗലം ആൻഡ് ലളിതാംബിക അന്തർജനം critiqued the male social reformers and argued that they are trying to establish women as people. എന്തായാലും അതിന്റെ റീസൺ അല്ല, മോളി പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ റീസൺ അല്ല ഇത്. ഓക്കെ, രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അപ്പം ഉത്തരം. അടുത്ത ചോദ്യം, 96. The census of 1931 Travancore stated that most of them, that is the communities, have organized association on caste or communal lines for the betterment of their social, economic, religious or political conditions. Which one of the following organization is not mentioned in the report? പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ഓർഗനൈസേഷൻ. അടുത്ത ചോദ്യം, 97. ഇവിടെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ പറ്റി 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, യോഗക്ഷേമ സഭ അപ്പോയിന്റഡ് എ വിമൻസ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഹെഡഡ് ബൈ വി ടി ഭട്ടതിരിപ്പാട്. അത് തെറ്റാണ്. ബാക്കി 3ഉം ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. The reform movement of NSS was pioneered in the field of marriage and law of inheritance. SNDP Yogam organized an industrial and agricultural exhibition as part of its 2nd annual general meeting. SJPS, Sadhujana Paribalana Sangam, published a monthly magazine, Sadhujana Paripalini, the earliest magazine by the Dalit community in Travancore. Okay. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് പോയറ്റിക് ആർട്ടിക്കുലേഷൻസ്. ഇത് എഴുതിയ 3 പോയറ്റിക് ആർട്ടിക്കുലേഷൻസ് തന്നിട്ടുണ്ട്. ഇത് എഴുതിയ ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആദ്യത്തേത് എഴുതിയത് ആശാനാണ്. അതായത് ആശാന്റെ വൺ ഓഫ് ദ പോയംസില് the poet makes the king say that caste has no sanctions either in religion or in codes of social morality. ആശാനാണ് പറഞ്ഞത്. ഉള്ളൂര് പറഞ്ഞത് the sight of a tight Pulaya girl with a heavy grass bundle on her head made the poet to think that her social position was beneath even that of grass. വള്ളത്തോട് പറഞ്ഞത് a Nair restrains the untouchables to fetch water from the well even to extinguish the fire that was consuming his own house. The poet sarcastically comments, you have saved your priceless caste. Okay, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അടുത്ത ചോദ്യം 99. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ ഉത്തരം അയ്യത്താൻ ഗോപാലൻ ഏത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാ? ബ്രഹ്മസമാജ്. ഓക്കെ. മഞ്ചേരി രാമ അയ്യർ, തിയോസഫിക്കൽ സൊസൈറ്റി.
ആനന്ദ തീർത്ഥൻ ആര്യ സമാജം, ആഗമാനന്ദൻ രാമകൃഷ്ണ മിഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അവസാനത്തെ ചോദ്യം ക്രിസ്ത്യൻ മിഷണറീസിന്റെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയാണ്. ഇവിടെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. അതായത് ഫൗണ്ടിങ് ഓഫ് സ്കൂൾസ് ഫോർ ദ ഗേൾസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രിന്റിംഗ് പ്രസ്, സ്റ്റാർട്ടിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ സ്കൂൾസ്, ഫൗണ്ടിങ് ഓഫ് ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 20 GK ആൻഡ് IT ആൻഡ് സൈബർ ലോ ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ BCom ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്